നമസ്കാരം. പുതുവർഷത്തിൻ്റെ ശംഖുലികളാണ് എങ്ങും. പുതുജീവിതത്തിനായി പ്രതിജ്ഞയെടുക്കുന്നവർ, പുത്തൻ സ്വപ്നങ്ങൾക്ക് കൂടൊരുക്കുന്നവർ, ദുരിത സ്മരണകൾക്ക് ചിതയൊരുക്കുന്നവർ. സാമൂഹിക മുന്നേറ്റത്തിനായി നവപാതയിലൂടെ സഞ്ചരിക്കാനുള്ള നേതൃത്വവും നമുക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കാം. ഡെമോക്രസി പുതുവർഷത്തിലും നിരന്തരമായി ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കും. എല്ലാ രാത്രിയിലും ഇതേ സമയത്ത് പ്രേക്ഷകർക്ക് സ്നേഹം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് തുടങ്ങുകയാണ്. പുതുവത്സര പതിപ്പിൻ്റെ 2ാം ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ന്റെ നീക്കിയിരിപ്പുകൾ പരിശോധിക്കുകയായിരുന്നു ഡെമോക്രസി. ഓരോ നീക്കത്തിലും തന്ത്രവും കുതന്ത്രവും നയതന്ത്രവും കുത്തിത്തിരിപ്പുകളും ഒളിപ്പിച്ചവരെ തിരയുന്ന പ്രതിദിന എപ്പിസോഡുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത പ്രകടനങ്ങൾക്കുള്ള പുരസ്കാര പ്രഖ്യാപനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുരസ്കാരങ്ങളുടെ നീണ്ട പട്ടികയുടെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. നാളുകളായി മലയാളികളെ സ്വന്തം വാർത്താവൃത്തത്തിൽ കുരുക്കി പൊളിഞ്ഞുപോയ അമളിക്കുള്ള അവാർഡാണ് ആദ്യം. താൻ എഴുതിയ കത്തിൽ ജോസ് കെ മാണിയുടെ പേരില്ല എന്ന് പറയാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഉയർത്തിക്കാട്ടിയ കത്തിൽ ജോസ് കെ മാണിയുടെ പേര് തെളിഞ്ഞു കണ്ടതോടെ അബദ്ധത്തിൽ ചാടിയ സരിത എസ് നായരുടെ പ്രകടനത്തിനാണ് ഈ വർഷത്തെ മികച്ച അമളി പുരസ്കാരം. ഈ സമാവറാണ് സത്യം. അവന്മാരും കൂടെ വന്നിട്ടില്ല. ഇതിനകത്ത് ജോസ് കെ മാണിയെ പറ്റി പരാമർശമില്ല. കേറി നോക്കണം സാർ. വേണ്ട, ഇതിനകത്ത് ജോസ് കെ മാണിയെ പറ്റി പരാമർശമില്ല. സാർ എന്നെ സംശയിച്ചു പോയ സ്ഥിതിക്ക് ഒന്ന് കേറി നോക്കിയേ പറ്റൂ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പ്രൊവോക്ക് ചെയ്ത് എന്റെ ഈ ലെറ്റർ വാങ്ങിക്കാന്ന് വെച്ചാൽ ഇത് എന്റെ അടുത്ത് നടക്കില്ല. അങ്ങനെ പറയരുത് സാർ. എന്റെ സമാധാനത്തിന് വേണ്ടിയാ. ഒന്ന് കേറി നോക്കണം സാർ. എന്റെ കൈയിഷ്ടം അതല്ല. ഞാൻ എഴുതിയ ഇംഗ്ലീഷ് ലെറ്റർ ഇതാണ്. തപ്പ്. എന്റെ ലെറ്റർ എന്താ തപ്പ്? അതുകൊണ്ട് സാർ ഒന്ന് കേറി നോക്കിയേ പറ്റൂ. ചേടാ, ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എടോ, ഒന്ന് കേറി നോക്കിയടോ. അത് എന്റെ രക്തമാണ്. അത് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ അങ്ങോട്ട് വിട്ടാൻ പറ്റില്ലല്ലോ. ദേ ഇവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കൂ. 30 പേജ് ഉണ്ട്. അങ്ങനെ അങ്ങോട്ട് വിട്ടാൻ പറ്റില്ലല്ലോ. ദേ ഇവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കൂ. ദേ ഇപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ നോക്കൂ. ആ ബുദ്ധിയൊന്നും എന്റെ അടുത്ത് വേണ്ട. അതൊക്കെ അത് പണ്ടത്തെ സരിത. ഞാൻ 25 കൊല്ലമായി കച്ചവടം തുടങ്ങിയിട്ട്. ഇതിനകത്ത് കള്ളന്മാരെ ഒളിപ്പിച്ചിരുത്താനല്ല ഈ കട നടത്തുന്നത്. ഇപ്പൊ ജോസ് കെ മാണിയുടെ പേര് മാത്രം അല്ലെങ്കിൽ 1-2 പേര് സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് എന്ന് പറയാം. ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ നോക്ക്. ഇനിയിപ്പോ എവിടെ ചെന്ന് നോക്കാനാ? ഇതിനകത്ത് 2 കൊല്ലം പഴം ഇരിപ്പുണ്ട്. ഇതും കൂടെ നോക്കിട്ട് പോയാ മതി. 2 കൊല്ലം പഴം. കണ്ടോരുണ്ട്, കണ്ണനുണ്ട്, കരിമുകിൽ വർണ്ണനുണ്ട്, നിലക്കാർ വർണ്ണനുണ്ട്, കണ്ണനെ കണ്ടോരുണ്ട്, കണ്ടോരുണ്ട്. ചില തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ആർക്കും ഭേദിക്കാനാകാത്ത തുറുപ്പ് ചീട്ടുകൾ ഇറക്കുക എന്നത് പതിവാണ്. അരുവിക്കരയിൽ BJP സകലരെയും ഞെട്ടിക്കാൻ ഇറക്കിയ തുറുപ്പ് ചീട്ട് സീരിയൽ നടി മേഘനയാണ്. അബദ്ധങ്ങളുടെ പഞ്ചാംഗമായിരുന്നു മേഘന അവിടെ വിളമ്പിയത്. ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരകയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു മേഘന. കടൽ കടന്ന് ഇവൾ വരുന്നതും കാത്ത് ഇവർ അകന്നിരിക്കുമ്പോൾ ഇവരറിയുന്നു ഈ സ്നേഹം. അമൃതയെ പോലെ തന്നെ സാധാരണ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ച് ഒരു വലിയ വീട്ടിലെത്തിയ ഒരാളുണ്ട്. മോദി സർ, നമ്മുടെ പ്രധാനമന്ത്രി. ഈ സ്നേഹത്തെ തോൽപ്പിക്കാനാവില്ല ആർക്കും. പോകും ഇവൾ ആര് ധിക്കരിച്ചും ഈ ദൈവത്തിനരികിലേക്ക്. എനിക്കിപ്പോൾ ഞാൻ പല ഷൂട്ടിൻ്റെ കാര്യത്തിനാണെങ്കിൽ കൂടെ വേറെ രാജ്യത്ത് അല്ലെങ്കിൽ ദുബായ്, ചെന്നൈ, എല്ലായിടത്തും അങ്ങനെ ബോംബെ ഇവിടെയൊക്കെ പോവാറുണ്ട്. അപ്പോൾ എനിക്ക് ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ട്. ഇവൾ വീണ്ടും അപകടങ്ങളിലേക്ക്. ചെന്നൈയിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇതിന് ചന്ദനമേള തന്നെ തമിഴ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വണ്ടിയിലിരുന്ന് മേക്കപ്പ് ചെയ്യും. പയ്യെ മേക്കപ്പ് ചെയ്ത് അതാകുമ്പോൾ കുറച്ച് നേരം ഉറക്കം കിട്ടുമല്ലോ എന്ന് വെച്ച് പയ്യെ എഴുന്നേറ്റ് വണ്ടിയിൽ കയറി മേക്കപ്പ് ഒക്കെ ചെയ്ത് പോവും. ആ സമയത്ത് ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ ചന്ദനമ്മയുടെ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ എനിക്ക് വണ്ടിയിലിരുന്ന് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. എന്താ കാര്യം? കണ്ണ് എഴുതാൻ പറ്റുമോ? ഇങ്ങനെ പോവും. അതാണ് റോഡിന്റെ സ്ഥിതി. ഒരു രക്ഷയുമില്ലാതെ ഈ പാവം പെണ്ണ്
നക്ഷത്രക്കാരെണ്ണുന്നു. കണ്ണുവെച്ചോ ഇവളെ ആരെങ്കിലും? നനച്ചിരിക്കാതെ ആ ദുരന്തം കടന്നു വരുന്നു. സോ നമുക്ക് ഇന്ത്യയുടെ ഒപ്പം നീങ്ങണം. ഒരു മാറ്റം വേണ്ടേ ഇതിനൊക്കെ? അതുകൊണ്ട് ഇന്ത്യയുടെ ഒപ്പം നീങ്ങണം. എനിക്കൊരു സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വപ്നം ഒരു നല്ലൊരു ഇതേപോലെയുള്ളൊരു രാജ്യം, അതിൽ ഒരു പുരോഗതിയുള്ളൊരു രാജ്യം, ഇന്ത്യയുടെ ഒപ്പം നീങ്ങുന്ന ഒരു രാജ്യം, അതാണ് എൻ്റെ സ്വപ്നം. വട്ടാണല്ലേ? എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ? ഇനി സംസ്ഥാന സർക്കാർ നിർത്തലാക്കിയ മികച്ച ഹാസ്യ നടനുള്ള പുരസ്കാരം. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിലൂടെ സ്വയം ഒരു തരംഗമായി മാറിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് മികച്ച ഹാസ്യ നടൻ. മികച്ച നടി ന്യൂസിയ നസീം. നസിയ ന്യൂസിയ നസീം. ഇപ്പൊ എന്താ പറഞ്ഞ? ന്യൂസിയ നസീം. അതിനുശേഷം നസിയ നസീം. അതിനു മുമ്പ് നസ്രിയ നസീം. ചിത്രങ്ങള് ഓം ശാന്തി ഓശാന, ബാംഗ്ലൂർ ഡേയ്സ്. ഈ 2 ചിത്രങ്ങളിലെ നല്ല പെർഫോമൻസിന് വേണ്ടിയാണ് നസ്രിയ നസീമിനെ മികച്ച നടിയായി തിരഞ്ഞെടുത്തത്. മികച്ച പിന്നണി ഗായിക ശ്രേയ ഘോഷാൽ. വിജനതയിൽ പാതി വഴി തീരുന്നു. ഈ നാട്ടിൽ 900 കാക്കയുണ്ടായിട്ടും ഇലക്ട്രിക് ലൈനിൽ നിന്ന് ഷോക്കടിച്ച് ചാവുന്ന കാക്കയല്ലാതെ വയസ്സായി ചാവുന്ന കാക്കയ്ക്ക് എവിടെ പോയാ ചാവുന്നത്? ഇത്ര പകലിനോട് ഒത്തുചേർന്നിടുമീ രാവിലെന്തേറെ കറുത്തുപോയി. അതാണ് ബോംബെ ഇറക്കിയതാ. ഒടുക്കത്തെ പ്ലെയറാ. ഇതൊക്കെ ഗ്രൗണ്ടിൽ കണ്ടാ മതി. ആദിത്യ കിരണങ്ങൾ അഞ്ഞരം എഴുതും. അതാണ് ഗാനം. ചിത്രം വൈറ്റ് ബോയ്സ്. തലയിലെഴുത്ത് ശരിയല്ല. മികച്ച സംവിധായകൻ ബിജിബാൽ. ശാസ്ത്രീയ സംഗീതം, പശ്ചാത്തല സംഗീതം. നെ കോരിത്തെരിപ്പിച്ച തെരഞ്ഞെടുപ്പായിരുന്നു അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിന് മുമ്പേ ജയിച്ചു എന്നും പറഞ്ഞ് ഇടതുപക്ഷത്തെ ജയിപ്പിക്കാൻ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനം മാത്രം നടത്തിയ പോരാളിയായിരുന്നു പിണറായി വിജയൻ. അരുവിക്കരയിൽ തരംഗമുണ്ടാക്കിയതിന് കഴിഞ്ഞ വർഷത്തെ എന്നല്ല എക്കാലത്തെയും മികച്ച അണ്ടർഗ്രൗണ്ട് പോരാളിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു പിണറായി വിജയൻ. എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ട് തന്നെ വന്ന്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അപ്പൊ എന്നെ കാണാൻ. എന്തിനാ എന്നെ കാണുന്നത്? അതപ്പൊ എന്നെ അറിയത്തില്ലേ? കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചെന്ന് കണ്ടപ്പോ നീ അവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നുണ്ടല്ലോ. ജയിക്കുന്നവരാരായാലും ഒരു അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ്? അന്യനൊന്നും അല്ലല്ലോ. പണത്തിന്റെയും പ്രലോഭനത്തിന്റെയും മറ്റു തരത്തിലുള്ള സ്വാധീനിക്കലുടെയും വിജയമാണ്. നോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. അശോകന്റെ തോറ്റ മോത്തിന്റെ ശൈലി നീ കണ്ടിട്ടുണ്ടോ? അതിന് അപ്പൂട്ടന്റെ അവസരം തരുന്നില്ലല്ലോ. എന്നാ കാവിലെ പാട്ട് മത്സരത്തിന് നീ വാ, അവന്റെ തോറ്റ മോന്തയുടെ ക്ലോസപ്പ് കാണാം. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് ഈ വീരവാദം വേണോ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന് അപ്പൂട്ടാ. അപ്പൂട്ടിനോട് സ്നേഹം ഉള്ളോണ്ട് പറയാ, കാവിലെ മത്സരത്തിലെങ്കിലും അശോകേട്ടനെ തോപ്പിച്ചോണം. അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാന്ന് പറയാൻ ഈ വർഷം വേറെ മത്സരങ്ങളൊന്നും ഇല്ല. അടുത്ത വർഷം ഉണ്ടല്ലോ. ഈ വർഷത്തോടെ മത്സരങ്ങളൊക്കെ നിർത്തണമെന്നാ കരക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ ദൈവങ്ങളെ, മത്സരങ്ങൾ നിർത്തിയോ? അയ്യോ, ഇനി ഈ വർഷത്തെ ഏറ്റവും മികച്ച ഉമ്മയാണ്. ഉമ്മ സമരക്കാരെ തോൽപ്പിച്ച ആ ഉമ്മ സംഭവിച്ചത് കഴിഞ്ഞ മാർച്ച് 13-നാണ്. സകല തടസ്സങ്ങളും അതിജീവിച്ച് ബജറ്റ് അവതരിപ്പിച്ച KM മാണിക്ക് സഹപ്രവർത്തകർ നൽകിയ ഉമ്മ ഏറ്റുവാങ്ങിയതിനുള്ള പുരസ്കാരത്തിനായി KM മാണിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു.
വൃത്തിയുടെ ശബ്ദം. ആദ്യ ചുംബനം അമൃത ചുംബനം ഇനിയും എത്ര ചുംബനങ്ങൾ നേടിയാലും ഈ മധുരം എന്നെന്നും തിരുമധുരം. ഈ ബഡ്ജറ്റ് പരിരക്ഷിച്ച പ്രതിപക്ഷത്തിന് എന്റെ നന്ദി. ഉമ്മയിൽ നിന്ന് നേരെ പോകുന്നത് വില്ലത്തരത്തിലേക്കാണ്. വില്ലത്തരം കാട്ടി ആളെ ചിരിപ്പിക്കുന്നത് മുതൽ കരഞ്ഞുകൊണ്ട് ആളെ ചിരിപ്പിക്കുന്നവർ വരെയുള്ള പുരസ്കാരങ്ങൾ ഒരിടവേള കഴിഞ്ഞ്. ഞാൻ വരുന്നു എന്ന് ചീഫ് മാർഷൽ പ്രഖ്യാപിച്ച ഉടൻ തന്നെ എടാ തെണ്ടി സുരേഷ്, നീ എനിക്കെതിരെ സാക്ഷി പറയുമല്ലടാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ. ഇന്ന് നിന്റെ അവസാനമാടാ. എനിക്ക് ശാരീരികമായി ഒരസുഖമുണ്ട്. 1,00,000 പേരിൽ ഒരാളിനോ വരാവുന്ന വളരെ സീരിയസ് ആയ ഒരസുഖം. ഈ അസുഖത്തിന്റെ മെഡിക്കൽ നെയിം പോളിസൈത്തീമിയ റുബ്രാവീര എന്നാണ്.